നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് PSCയുടെ ട്രെൻഡി ടോപ്പിക്കായ ഇൻകോയേറ്റീവ് വെർബ്സിനെ കുറിച്ചാണ്. ഇപ്പൊ ഇൻകോയേറ്റീവ് വെർബ്സുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ PSC ഇപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണിത്. തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് കണ്ടെയ്ൻസ് ആൻ ഇൻകോയേറ്റീവ് വെർബ്? എങ്ങനെയായിരിക്കും PSC ചോദിക്കുക? ഇപ്പൊ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദേ ഹാവ് ജസ്റ്റ് റീച്ച്ഡ്, ഹി ഗോട്ട് ഫസ്റ്റ് പ്രൈസ് ഇൻ ദ മാച്ച്, ഹി ഈസ് ഗെറ്റിംഗ് വീക്കർ ഡേ ബൈ ഡേ, ഇറ്റ് ടേൺഡ് യെല്ലോ. ഇപ്പൊ ഞാൻ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സെന്റൻസിൽ ഇൻകോയേറ്റീവ് വെർബ് ഉള്ള സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. A 1 and 2, അതായത് 1ഉം 2ഉം ഇൻകോയേറ്റീവ് വെർബ്സ് ഉണ്ടോ, അതോ രണ്ടാമത്തെ സെന്റൻസിൽ മാത്രമേ ഉള്ളൂ, അതോ മൂന്നാമത്തെ സെന്റൻസിൽ മാത്രമേ ഉള്ളൂ, അതോ 3-4 സെന്റൻസുകളിൽ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇൻകോയേറ്റീവ് വെർബ് എന്താണെന്ന് അറിയാവുന്നവർക്ക് ഇതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. എന്റെ ഈ ക്ലാസ് കാണുന്ന ഒരു 90% പേർക്കും അറിയത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻകോയേറ്റീവ് വെർബുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. നോക്ക്, എന്താണ് ഇൻകോയേറ്റീവ് വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇൻകോയേറ്റീവ് വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻകോയേറ്റീവ് വെർബ്സ് ഡിനോട്ട് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഇൻകോയേറ്റീവ് വെർബ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നുവെച്ചാൽ ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം, ഒരവസ്ഥയിലിരിക്കുക, ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുക, ആ മാറ്റത്തെ സൂചിപ്പിക്കുന്ന വെർബ്സിനെയാണ് നമ്മൾ ഇൻകോയേറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇൻകോയേറ്റീവ് വെർബ്സിനെ കണ്ടെത്താനുള്ള ഷോർട്ട് ട്രിക്സ് അത് നമുക്ക് നോക്കാം. അതായത് എങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നോക്കുക. ഗെറ്റ്, ടേൺ, ബിക്കം, കം, ഇങ്ങനെ വരിക. അതിനുശേഷം V3 ഫോമോ അഡ്ജക്റ്റീവ് ഫോമോ ആഡ്വർബ് ഫോമോ അല്ലെങ്കിൽ ഏതെങ്കിലും വർണ്ണങ്ങളുമായി ബന്ധപ്പെട്ട സംഭവം, കളേഴ്സ് വരിക. ഉദാഹരണത്തിന് ഇവിടെ നോക്കുക. ഗെറ്റ് മാരീഡ് എന്ന് പറയുമ്പോൾ ഈ ഗെറ്റ് ഇവിടെ വന്നല്ലോ, ഗെറ്റ്. ഓക്കെ, ദെൻ മാരീഡ്. ഈ മാരീഡ് എന്ന് പറയുന്നത് മാരി എന്ന് പറയുന്ന വെർബിന്റെ V3 ഫോമാണ്, മാരീഡ്, ഗെറ്റ് മാരീഡ്. ഇനി ഗെറ്റിംഗ് സ്ട്രോങ്ങർ, അവിടെ ഗെറ്റ് വന്നു, അതിന്റെ ING ഫോം പിന്നെ പാസ്റ്റ് ഫോം ഒക്കെ വരാം ഈ പറയുന്ന വെർബുകൾക്ക്. അപ്പം ഗെറ്റിംഗ് സ്ട്രോങ്ങർ എന്ന് പറയുമ്പോൾ ഗെറ്റിംഗ്, ആ ഗെറ്റിന്റെ സംഭവം വന്നു. പിന്നെ സ്ട്രോങ്ങർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അഡ്ജക്റ്റീവ് ആണല്ലോ, അഡ്ജക്റ്റീവ്. പിന്നെ ടേൺഡ് യെല്ലോ, ടേൺ എന്ന് പറയുന്ന വെർബ് യെല്ലോ എന്ന് പറയുന്ന നിറമാണല്ലോ. ഓക്കെ, കളേഴ്സ്. ദെൻ ബിക്കം, റിച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്ജക്റ്റീവ് ആണല്ലോ, ബിക്കം അല്ലെ, റിച്ച് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്. അപ്പം ബിക്കം എന്ന് പറയുന്ന വെർബ് വന്നു, അതിനുശേഷം അഡ്ജക്റ്റീവ് വന്നു. ഇനി കം ട്രൂ, കം എന്ന് വെച്ചാൽ എന്താ? വരിക എന്നുള്ളതാണ്. അപ്പം അതാണ് ഇവിടെ വന്നിട്ടുണ്ട്, അതിനുശേഷം ട്രൂ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻകോയേറ്റീവ് വെർബ്സിനെ കണ്ടെത്താനുള്ള എളുപ്പമാർഗം എന്താണ്? നമ്മൾ നോക്കുക. ഗെറ്റ് എന്ന് പറയുന്ന വെർബ് ഉണ്ടോ? നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഗെറ്റ് എന്ന് പറയുന്ന വെർബോ അല്ലെങ്കിൽ ടേൺ എന്ന് പറയുന്ന വെർബോ അല്ലെങ്കിൽ ബിക്കം എന്ന് പറയുന്ന വെർബോ അല്ലെങ്കിൽ കം, ഇത്രയും മാത്രം വന്നാൽ പോരാ. അതിനുശേഷം എന്തും കൂടെ വരണം. ഒന്നുകിൽ ഒരു V3 ഫോം വരണം, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ഫോം വരണം, അല്ലെങ്കിൽ ഒരു ആഡ്വർബ് ഫോം വരണം, അല്ലെങ്കിൽ കളേഴ്സുമായി ബന്ധപ്പെട്ട എന്തൊരു സംഭവം വാക്ക് വരണം. അപ്പൊ ഇങ്ങനെയുള്ള ഈ രീതി വരുമ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻകോയേറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻകോയേറ്റീവ് വെർബ്സിന്റെ ഷോർട്ട് ട്രിക്സ് മനസ്സിലായല്ലോ. എങ്ങനെയാണ്? ഗെറ്റ് അല്ലെങ്കിൽ ടേൺ അല്ലെങ്കിൽ ബിക്കം അല്ലെങ്കിൽ കം അല്ലേ, പ്ലസ് അതിനുശേഷം ഒന്നുകിൽ എന്ത് വരണം? ഇതിന്റെ കൂടെ V3 ഫോമോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഫോമോ അല്ലെങ്കിൽ ആഡ്വർബ് ഫോമോ അല്ലെങ്കിൽ ഏതെങ്കിലും കളേഴ്സ്. ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതിന് ഇൻകോയേറ്റീവ് വെർബ്സ് എന്ന് പറയാം. കാരണം ഇത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഗെറ്റ് മാരീഡ് എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കുക എന്നർത്ഥം. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും വേറൊരവസ്ഥയിലേക്കുള്ള മാറ്റം, ആ അർത്ഥത്തിലാണ് ഗെറ്റ് മാരീഡ് എന്ന് പറയുമ്പോൾ. ഈ ഗെറ്റിംഗ് സ്ട്രോങ്ങർ എന്താ? ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശക്തിയില്ല,
നമ്മൾ എന്ത് ചെയ്യാണ്? ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥമില്ല. അപ്പൊ അതൊരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ഈ ടേൺഡ് യെല്ലോ എന്നുവെച്ചാൽ മഞ്ഞയായി മാറി, മഞ്ഞ നിറമായി മാറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മഞ്ഞ നിറമല്ല, അതെന്തായി മാറുന്നു? മഞ്ഞ നിറമായിട്ട് മാറുന്നു. അപ്പൊ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഇനി ബിക്കെയിം റിച്ച്, ധനികനായി എന്ന് പറയുമ്പോൾ അവൻ നേരത്തെ എന്തായിരുന്നു? പൂവർ ആയിരുന്നു, പാവപ്പെട്ടവനായിരുന്നു. അപ്പൊ ബിക്കെയിം റിച്ച്. ഇനി കം ട്രൂ, സത്യമായി വരിക. നേരത്തെ പലരും സംശയത്തോടെ നോക്കി നിന്നതായിരുന്നു, സത്യമാണോ കള്ളമാണോ എന്ന് ആശയക്കുഴപ്പത്തിലായിരുന്നു. പിന്നെ അത് ഇതായി മാറുകയും സത്യസന്ധമായിട്ട് മാറുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്? ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്, ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഇങ്ങനെയുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്ന വെർബ്സ്, അതിനെയാണ് നമ്മൾ ഇൻക്വയറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ ഷോർട്ട് ട്രിക്സ് ഞാൻ പറഞ്ഞു തന്നു. നമുക്കൊരു ഓപ്ഷനിൽ ഇങ്ങനെ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സെന്റൻസിൽ എന്തുണ്ട്? ഇൻക്വയറ്റീവ് വെർബ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് കണ്ടെയ്ൻസ് ആൻ ഇൻക്വയറ്റീവ് വെർബ്? നമുക്ക് നോക്കാം. ദേ ഹാവ് ജസ്റ്റ് റീച്ച്ഡ്, ഈ പറയുന്ന സെന്റൻസിൽ ഈ തരത്തിൽ ഗെറ്റോ അല്ലെങ്കിൽ ബിക്കമോ അല്ലെങ്കിൽ ടേണോ അല്ലെങ്കിൽ കമ്മോ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങനെയുള്ള സെന്റൻസ് അല്ല. ഇനി ഇവിടെ നോക്കുമ്പോൾ ഹി ഗോട്ട് ഫസ്റ്റ് പ്രൈസ് ഇൻ ദ മാർച്ച്. ഇവിടെ നോക്കുമ്പോൾ ഗെറ്റോ അങ്ങനെയുള്ള സംഭവം ഉണ്ടോ? ഉണ്ട്. ഏതാ? ഗോട്ട്. ഗോട്ട് എന്ന് പറയുന്നത് ഗെറ്റിന്റെ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. ഇനി അങ്ങനെ മാത്രം വന്നാൽ മതിയോ? അല്ല. അതിനുശേഷം എന്തുകൂടെ വരണം? ആ ഗെറ്റോ അല്ലെങ്കിൽ ഗോട്ടോ അല്ലെങ്കിൽ ഗെറ്റിങ്ങോ. അതിനുശേഷം വരേണ്ട ഭാഗം, തൊട്ടടുത്ത് വരേണ്ടത് എന്തൊക്കെയായിരിക്കണം? ഒന്നുകിൽ V3 ഫോം ആയിരിക്കണം, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഫോം ആയിരിക്കണം, അല്ലെങ്കിൽ ആഡ്വർബ് ഫോം ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും കളേഴ്സുമായി ബന്ധപ്പെട്ട സംഭവമായിരിക്കണം. ഇവിടെ നോക്കാം, ഫസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു V3 ഫോം ആണോ? അല്ല. ഇനി ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവ് ഫോം ആണോ? അല്ല. പിന്നെ ഏതെങ്കിലും ഒരു ആഡ്വർബ് ഫോം ആണോ? അല്ല. പിന്നെ ഏതെങ്കിലും ഒരു കളേഴ്സ് ആണോ? അല്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ആകുമ്പം ഇത് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റത്തില്ല? ഒരു ഇൻക്വയറ്റീവ് വെർബ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പൊ ഈ സെന്റൻസും അല്ല. ഇനി അടുത്ത്, ഹീസ് ഗെറ്റിംഗ് വീക്കർ ഡേ ബൈ ഡേ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, ഗെറ്റിംഗ് എന്ന് പറയുന്ന സംഭവം വന്നു. അതിനുശേഷം എന്ത് വന്നു? വീക്കർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് വന്നു. അപ്പം ഗെറ്റിന് ഗെറ്റോ അല്ലെങ്കിൽ ബിക്കമോ അല്ലെങ്കിൽ കമ്മോ അല്ലെങ്കിൽ ടേണോ, അതിനുശേഷം അഡ്ജക്റ്റീവോ ആഡ്വർബോ, ഒപ്പം എന്ത് ഏതെങ്കിലും കളേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ വരുന്നുവെങ്കിൽ അതെന്തായിരിക്കും? ഇൻക്വയറ്റീവ് വെർബ്സ് ആയിരിക്കും. ഇവിടെ ഗെറ്റിംഗ് വന്നു, അതിനുശേഷം അഡ്ജക്റ്റീവ് വന്നു, വീക്കർ. അപ്പൊ അങ്ങനെ ഇതെന്താണ്? ഇതൊരു ഇൻക്വയറ്റീവ് വെർബിന്റെ ഇൻക്വയറ്റീവ് വെർബുള്ള ഒരു സെന്റൻസിന്റെ ഉദാഹരണമാണ്. അപ്പം ഇത് ഇൻക്വയറ്റീവ് വെർബുള്ള ഒരു സെന്റൻസ് ആണ് ഇത്. ഹി ഈസ് ഗെറ്റിംഗ് വീക്കർ ഡേ ബൈ ഡേ. അടുത്ത നോക്കാം, ഇറ്റ് ടേൺഡ് യെല്ലോ. ടേൺ എന്ന സംഭവം വന്നു, പിന്നെ നിറം വന്നു, യെല്ലോ. അങ്ങനെ ആകുമ്പോൾ ഇതും എന്താണ്? ഒരു ഇൻക്വയറ്റീവ് വെർബുള്ള ഒരു സെന്റൻസ് ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 3 and 4 ആണ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പം ഈ ചോദ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഇൻക്വയറ്റീവ് വെർബ്സ് ഉള്ള സെന്റൻസുകൾ ഏതൊക്കെയാണ്? അതുകൊണ്ട് ഈ പറയുന്ന 2 എണ്ണമാണ്. ഈ 3ഉം 4ഉം. കാരണം ഇത് രണ്ടും എന്താണ്? ഒരു അവസ്ഥയുടെ മാറ്റത്തെ സൂചിപ്പിക്കുന്ന, ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളാണ് ഇത് രണ്ടും. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് രണ്ടിനകത്തും എന്തുണ്ട്? ഇൻക്വയറ്റീവ് വെർബുണ്ട്. ഈ ഇൻക്വയറ്റീവ് വെർബിന് വേറൊരു പേരുമുണ്ട്. എന്താണ്? ഇൻസെപ്റ്റീവ് വെർബ് എന്ന് പറയും. ഇൻസെപ്റ്റീവ്. എന്താണ് ഇൻസെപ്റ്റിന്റെ സ്പെല്ലിങ്? INCEPTIVE. ഇൻസെപ്റ്റീവ് വെർബ്. അപ്പോൾ ഇൻക്വയറ്റീവ് വെർബിന് പകരം ഇൻസെപ്റ്റീവ് വെർബ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാലും സംഭവം ഇതൊക്കെ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇൻക്വയറ്റീവ് വെർബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി ഞാൻ ധരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ വയ്ക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ
നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.